بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين أجمعين. ആദരണീയനായ അധ്യക്ഷൻ മുഹമ്മദ് സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഈ പരിപാടിയുടെ സംഘാടകർ, ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ അധ്യാപകർ, രക്ഷിതാക്കൾ, ഈ ആനുവൽ ഡേ കോൺവക്കേഷൻ സെറിമണി വീക്ഷിക്കാനെത്തിയ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹെവൻസ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹെവൻസ് സ്ഥാപനങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കേരളത്തിൽ ഏകദേശം 100ഓളം ഹെവൻസ് സ്ഥാപനങ്ങളുണ്ട്. വളരെ മികച്ച പെർഫോമൻസ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കേരളത്തിന് പുറത്തും വിദേശത്തുമെല്ലാം ഹെവൻസ് സ്ഥാപനങ്ങളുണ്ട്. അതൊരു കേന്ദ്രീകൃതമായ പാഠ്യപദ്ധതിയാണ്. പ്രാദേശികമായി നമ്മൾ വികസിപ്പിച്ചെടുത്തൊരു പാഠ്യപദ്ധതി അല്ല. ഈ പ്രീ സ്കൂൾ പ്രായത്തിൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ 6 വയസ്സിൻ്റെ മുമ്പ് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ പഠിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാപനത്തിലേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ ആ കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വികാസത്തെ അത് ബാധിക്കും. സ്വഭാവപരമായി, പഠനപരമായി, അവരുടെ സ്കിൽ മേഖലയിലൊക്കെ അത് ബാധിക്കുന്ന ഒരു പ്രായമാണ് ഈ പ്രായമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കേരളത്തിൽ തന്നെ ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാഠ്യപദ്ധതിയാണ് ഹെവൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹെവൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹെവൻസ് ഒരു ഖുർആൻ കേന്ദ്രീകൃത പാഠ്യപദ്ധതിയാണ്. കേവലം പ്രീ സ്കൂളിംഗ് അല്ല, ഖുർആനാണ് അതിൻ്റെ ഒരു 50% ഖുർആൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസാണ്. അറബി ഭാഷ അത് പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, മലയാളം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഖുർആൻ പഠിപ്പിക്കുന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഹെവൻസിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു ഖുർആൻ കോഴ്സിന് ചേരുകയാണ് ചെയ്യുക. ഇപ്പം നമ്മളെ വീട്ടിൽ ഹെവൻസിൽ പഠിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ പഴയ ഖുർആൻ പഠിച്ച സൂറത്തുകളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഹെവൻസിലെ കുട്ടികൾ വഹിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് നമ്മൾ നൽകേണ്ട അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നോമ്പാണ് വരാൻ പോകുന്ന റമദാൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത റമദാനിൽ ഖുർആൻ ഇറങ്ങി എന്നതാണല്ലോ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇപ്പൊ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഖുർആൻ ഒരു കലർപ്പില്ലാത്ത അറിവാണ്, അസംഷൻ ഇല്ലാത്ത അറിവാണ്. ലോകത്ത് ഏറ്റവും വില കൂടിയ വിജ്ഞാനമാണ് ഖുർആൻ്റെതെന്ന് പറയുന്നത്. ലോകത്ത് ബാക്കി ഏത് വിജ്ഞാനത്തിലും കലർപ്പുണ്ട്, ഏത് വിജ്ഞാനത്തിലും അസംഷനുണ്ട്, ഊഹങ്ങളും അനുമാനങ്ങളുമുണ്ട്. ഇവിടെ ഖുർആനിൽ അതില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു കുട്ടിക്ക് പഠനത്തിന് ചെലവഴിക്കുന്നതിൻ്റെ 10-1 പ്രാധാന്യം പോലും ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നില്ല. ഇപ്പോൾ കുട്ടി MBBS പഠിപ്പിക്കുന്ന ആളുകളുണ്ടാവും, IAS കോച്ചിങ്ങിന് വിടുന്ന ആളുകളുണ്ടാവും. പക്ഷെ പഠിക്കുന്ന അറിവൊക്കെ തെറ്റാൻ സാധ്യതയുള്ള അറിവാണ്. നമ്മൾ പഴയ കാലത്ത് സ്കൂളിൽ പഠിച്ച കാലത്ത് സൂര്യൻ നിശ്ചലമാണ്, ഭൂമി മാത്രമാണ് കറങ്ങുന്നത് എന്നാണ് സയൻസ് പഠിപ്പിച്ചത്. ഇന്ന് സയൻസ് പറയാണ് സൂര്യനും കറങ്ങുന്നുണ്ട്, ഭൂമിയും കറങ്ങുന്നുണ്ട്. അവർ 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ സയൻസ് അന്ന് പറഞ്ഞ സത്യം ഇന്ന് കളവാണ്, അന്ന് പറഞ്ഞ കളവ് ഇന്ന് സത്യമാണ്. സയൻസ് ഇസ് എ മെത്തഡോളജി. സയൻസ് ഒരു രീതിശാസ്ത്രമാണ്, അതൊരിക്കലൊരു വിവരമല്ല. നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സൊന്നുമല്ല, തെറ്റാൻ സാധ്യതയുള്ള അറിവാണ്. പക്ഷെ ഇതിനു വേണ്ടി നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശരിയാവാൻ സാധ്യതയുള്ളതും തെറ്റാവാൻ സാധ്യതയുമുള്ള വിജ്ഞാനത്തിന് അനേകം പണം ചെലവഴിച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് നമ്മൾ.
പക്ഷെ നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണ് ഖുർആൻ. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ മക്കള് അല്ലാഹുമ്മ ഉഫില്ലഹു വറഹംഹു വഅഫിഹി വഅഫു അൻഹു, പടച്ചോൻ എൻ്റെ ഉപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയണം. അങ്ങനെ മകന്റെയും മകളുടെയും കൽബ് കലങ്ങി ഒരിറ്റ് കണ്ണീരുങ്ങളെ കഫംപുടവയിൽ വീണാൽ പ്രിയപ്പെട്ട രക്ഷിതാവെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അത് പറയാൻ പറ്റാത്ത മക്കള് MBBS IAS IPS ആയിട്ട് ഒരു കാര്യമില്ല. ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റാത്ത മക്കൾ എത്ര വലുതായിട്ടും കാര്യമില്ല. അപ്പൊ നമ്മളെ മക്കള് നമുക്ക് പരലോകത്ത് അസറ്റ് ആവണം. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ്. മരിച്ചു പോയാലും അതിന്റെ ഉപകാരം ലഭിക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ 3 കാര്യങ്ങൾ: ഒന്ന് സദഖത്തുൻ ജാരിയ, ഇൽമുൻ യുന്തഫഉ ബിഹി. നമ്മൾ ഒരാൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുത്താൽ നമ്മൾ മരിച്ചു പോയാലും അയാൾ ആ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം നമുക്കതിന്റെ പുണ്യം ലഭിക്കും. അതുപോലെ ഒരു കുടിവെള്ളം ഉണ്ടാക്കി കൊടുത്താൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാനത്തിന് വഖഫ് ചെയ്തു കൊടുത്താലൊക്കെ അതിന്റെ പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ കാര്യം ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ വിജ്ഞാനം ആളുകൾക്ക് പകർന്നു കൊടുത്താൽ അതിന്റെ പ്രതിഫലം മരിച്ചതിന് ശേഷവും നമുക്ക് ലഭിക്കും. മൂന്നാമത്തത് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മകൻ എന്നാണ്. മകൻ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. മകനായതുകൊണ്ടൊരു കാര്യമില്ല, സാലിഹായ മകനാവുക, സാലിഹായ മകളാവുക എന്ന് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ സാലിഹ്യങ്ങളാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഖുർആനിനുണ്ട്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. നമുക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ അലങ്കാരമായി 2 കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് സമ്പത്താണ്, മറ്റൊന്ന് സന്താനമാണ്. അതുപോലെ ചില ആളുകൾ നിങ്ങളെ നെഞ്ചത്തേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുന്ന മക്കളുണ്ട്. നിങ്ങൾക്ക് അസറ്റാവുന്ന മക്കളും ഉണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ നാളെ ചില മക്കൾ നമുക്കെതിരെ സാക്ഷി പറയും എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വഖാലല്ലദീന കഫറു റബ്ബന അരിനല്ലദീന യളല്ലാന മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലി. നരകത്തിലായ മക്കൾ അല്ലാഹുവോട് പറയും, അല്ലാഹുവേ ഞങ്ങളെ വഴി തെറ്റിച്ചത് വാപ്പയാണ്, ഉമ്മയാണ്. എന്തിനാണ്? അവരൊന്ന് കാണിച്ചുകൊണ്ടാണ്. അപ്പൊ അല്ലാഹ് ചോദിക്കും, നമ്മളെ പൊന്നാര മക്കളോട് ചോദിക്കണം, എന്തിനാ മോനെ ഉമ്മാനെ കാണണമെന്ന് ചോദിക്കുമ്പോ മകന് പറയും, മകള് പറയും, ഉമ്മാന്റെ നെഞ്ചത്ത് കയറി ഈ ചൂടൊന്ന് കുറക്കാൻ എന്നെ സഹായിക്കൂ, ഞാൻ അവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ഈ കാലിന്റെ ചൂടൊന്ന് കുറക്കണം. അങ്ങനെ മക്കളുടെ ആഗ്രഹം അല്ലാഹ് സാധിച്ചു കൊടുക്കും. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അല്ലാഹ് വലിച്ചു കൊണ്ടുവരും. അപ്പൊ അതും മക്കൾ തന്നെ. നമുക്കെതിരെ സാക്ഷി പറയുന്ന മക്കളുണ്ട്, നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന മക്കളുണ്ട്. പരലോകത്ത് നമുക്കറിയാം മക്കളും ഒന്നും ഉപകാരപ്പെടാത്തൊരു ലോകമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ വർണ്ണങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു ലോകമുണ്ട്. നമ്മൾ അല്പങ്ങൾ കുഴഞ്ഞു വീണാൽ, ഒരു ആക്സിഡന്റ് പറ്റിയാൽ ലോകത്തിന്റെ വർണ്ണം നശിച്ചു പോകും. ആ വർണ്ണങ്ങൾ നശിച്ച് തീരെ വർണ്ണങ്ങളില്ലാത്ത ഒരു ബർസഖിയായ ലോകത്തേക്ക് പോകും. അങ്ങനെ പരലോകത്തെത്തും. പരലോകത്തെത്തുന്ന സമയത്ത് സ്വന്തം മകൻ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് കണ്ടാലും ഒരു ഉമ്മയും പറയില്ല, എൻ്റെ മോൻ വീണല്ല എന്ന് പറയാത്തൊരു ലോകം. കാരണം അവിടെ മകനില്ല, ഉമ്മല്ല, ഉപ്പല്ല, ബന്ധങ്ങളൊന്നുമില്ല, അവനവൻ മാത്രമാണ്. 3 സമയത്ത് മനുഷ്യ ഒറ്റക്കാണ്. ഒന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം, മരിച്ചു പോകുന്ന സമയം, വിചാരണ നേരിടുന്ന സമയം. ഈ 3 സമയത്തും എത്ര വലിയ നേതാവായാലും ആൾക്കൂട്ടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യനായാലും ഒറ്റക്കൊറ്റക്കേ കാര്യങ്ങൾ നടക്കുള്ളൂ. ആ സമയത്ത് നമുക്ക് രക്ഷയായി പ്രകാശമായി ഖുർആൻ ഉണ്ടാകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പ്രകാശം ലഭിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നവരാണ്. കുട്ടികൾ മാത്രമല്ല, ഖുർആൻ വീട്ടിൽ എല്ലാവരും പഠിക്കണം. ഫർള് ഐനാണ്, വാജിബാണ്. ളുഹർ നിസ്കരിക്കുന്നത് പോലെ, അസർ നിസ്കരിക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ ബാക്കിയുള്ളവർ കർമ്മവും സ്വീകരിക്കൂല. നിസ്കരിക്കാത്ത ഒരാളുടെ കർമ്മവും സ്വീകരിക്കൂല, അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കൂല, അയാൾക്ക് വേണ്ടി വേറെ ഒരാൾ പ്രാർത്ഥിച്ചാലും അല്ലാഹ് കേൾക്കൂല. ഇതേപോലെയാണ് ഖുർആൻ പഠിക്കാത്ത ഒരു മനുഷ്യന് ഒരു നിഅമത്തും അല്ലാഹു ശാശ്വതമായി നിലനിർത്തില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ ആരംഭിക്കുന്ന ഏറ്റവും വലിയ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് വലിയ കയറും പറക്കത്തുമുള്ള പ്രോസസ്സാണ്. ഹെവൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റെല്ലാം മാറ്റി വെച്ചാലും ഖുർആൻ അത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. 3 വർഷം ഹെവൻസിലെ കുട്ടികൾ പോകുമ്പോൾ
മിനിമം ഒരു തവണയെങ്കിലും ഖതമുൽ ഖുർആൻ അവർ ചെയ്തിരിക്കും. രണ്ടാമത്തത് അവർ ഒരു ജുസ് എങ്കിലും മിനിമം മനഃപ്പാഠമാക്കിയിരിക്കും. ഇന്നത്തെ ലോകത്ത് ഖുർആൻ ഖതം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെയധികം പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വടക്കൻ ഗസയിൽ, ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് 7 വയസ്സായ മറിയം എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, അവരുടെ ഉമ്മ രക്തസാക്ഷിയാണ്, വാപ്പ രക്തസാക്ഷിയാണ്, കൂടെ കളിക്കേണ്ട 2 സഹോദരന്മാരും രക്തസാക്ഷികളാണ്. ഒറ്റയ്ക്ക് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന കുട്ടിയാണ്. ആ കുട്ടിയോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, മോളെ വലിയ ദുഃഖവും പ്രയാസവും ഉണ്ടാവുമല്ലോ, അത് മറക്കാൻ നീ എന്താണ് ചെയ്യുക? അപ്പൊ ആ കുട്ടി പറയാൻ, ഓരോ 6 ദിവസം കൂടുമ്പോഴും ഞാൻ ഖതമുൽ ഖുർആൻ ചെയ്യുമെന്നാണ്. 6 ദിവസം കൂടുമ്പോൾ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു തീർക്കാൻ തലക്ക് മീതെ അപ്പാശയും F-16 മറിയം എന്ന് പറയുന്ന ഗസയിലെ കുട്ടിക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് പിന്നെ അതിന് നേരല്ല എന്ന് പറഞ്ഞാൽ പഠിച്ചോൻ ചിരിക്കും. നേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടൂല. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഹെവൻസിലേക്ക് നിങ്ങളെ കുട്ടിയെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ ഖുർആനിലേക്ക് പറഞ്ഞയക്കുകയാണ്. നമ്മളും ഖുർആനിലേക്ക് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യുകയാണ്. പഴയ കാലത്ത് പഠിച്ചതൊക്കെ ഖുർആനിലൂടെ ഓർക്കാനുള്ള അവസരം വരികയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ചുണ്ടിലേക്ക് ആര് നോക്കുന്നുണ്ട്? കുട്ടി നോക്കുന്നുണ്ട്. 1-2 തവണ ഉമ്മ പറഞ്ഞില്ല എന്ന് ഓർമ്മിപ്പിച്ചു തരും. 3-ാമത്തെ തവണ കുട്ടി വിചാരിക്കും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഉമ്മ ഇപ്പം ചെല്ലുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നെ എവൻസ് 3 പ്രാവശ്യം കിട്ടിയിട്ടും കാര്യമില്ല, കുട്ടി അത് ചെല്ലുകയില്ല. കാരണം ഉമ്മയും ഉപ്പയും അത് ചെല്ലണില്ല എന്നാണ്. കാരണം ഉമ്മയും ഉപ്പയും എന്താണോ ചെയ്യുന്നത് അത് കുട്ടി ഇമിറ്റേറ്റ് ചെയ്യും, അനുകരിക്കും. അതുകൊണ്ട് ഹെവൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. ബാക്കി ഒരു സ്കൂളിൽ നിങ്ങൾ എല്ലാ മാസം കുട്ടികളുടെ പഠനം അന്വേഷിക്കാൻ പോകണ്ട. പക്ഷെ ഹെവൻസിൽ നിങ്ങളെ കുട്ടി ഉണ്ടെങ്കിൽ മാസം മീറ്റിങ്ങിൽ വരൽ നിർബന്ധമാണ്. ഒരു മാസത്തെ മീറ്റിംഗ് നിങ്ങൾക്ക് മിസ്സായാൽ നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് ഔട്ടായി പോകും. കാരണം കോഴ്സിൽ ആരുണ്ട്? രക്ഷിതാക്കളുണ്ട്. രക്ഷിതാക്കൾ കൂടിയ കോഴ്സാണ് ഹെവൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ മാസവും പാരന്റ്സ് മീറ്റ് വിളിക്കണം. എന്തിനാ ചോദിച്ചാൽ നമ്മൾ ഈ പാരന്റ്സ് മീറ്റിങ്ങിലൂടെയാണ് ഈ കോഴ്സിലേക്ക് വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ കോഴ്സിൽ അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, വീട്ടിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കാളികളായിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും ഒരാൾ മടിയനായാൽ, അലസനായാൽ, ഉപ്പ ഉമ്മ ഹെവൻസിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉപ്പയോ ഉമ്മയോ അല്പം വീക്കായി പോയാൽ ആ വീക്ക് എവിടെ ഉണ്ടാവും? ആ കുട്ടിയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ 5-ാം ക്ലാസ്സിൽ യഥാർത്ഥത്തിൽ 5-ലും 8-ലും പഠിക്കുന്ന കുട്ടിയുടെ ഒരു പാരന്റ്സ് മീറ്റിങ്ങിന് പോകില്ല, അത്ര ഗൗരവമില്ല. ഇപ്പൊ എല്ലാ പാരന്റ്സ് മീറ്റിങ്ങിലും പോകാൻ നിർബന്ധമാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിൽ നിർബന്ധമാണ്. ഒരു രക്ഷിതാവിൽ ഒരാളെങ്കിലും പോകൽ നിർബന്ധമാണ്. അതെന്താന്ന് ചോദിച്ചാൽ ഈ കുട്ടിയുടെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾ ഈ കോഴ്സിൽ ചേരുകയാണ്. ഒരിക്കലും ഹെവൻസിൽ രക്ഷിതാക്കൾ പുറത്തല്ല എന്നാണ്. അപ്പൊ ഇതിനൊരു പ്രാധാന്യത്തോടു കൂടി കാണാത്ത കുട്ടി കോഴ്സ് ഹെവൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു നന്മയും കിട്ടില്ല. രക്ഷിതാക്കൾ എത്ര ഇൻവോൾവ്മെന്റ് ആണോ അത്രയാണ് ഈ കുട്ടിയുടെ പഠന നിലവാരവും വർദ്ധിക്കുക. അത് ഹെവൻസിന്റെ ഒരു പ്രത്യേകതയാണ്, ആ സിലബസിന്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ, ലോകത്ത് വിശുദ്ധ ഖുർആനോട് സ്നേഹം വെച്ച് പുലർത്തുന്ന തലമുറക്കാണ് ലോകത്ത് അതിജീവിക്കാൻ കഴിയുക. ലോകത്ത് അതിജീവിക്കണമെങ്കിൽ ഖുർആനിനോടുള്ള നമ്മുടെ മഹബത്ത്, സ്നേഹം, അനുരാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ആളുകൾ ചെറുത്തുനിൽപ്പ് നടത്തുന്നത് കണ്ടിട്ട് ലോകത്ത് പടിഞ്ഞാറുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ അത്ഭുതപ്പെടുകയാണ്. എന്താണ് ഈ മനുഷ്യർ ലോകത്ത് അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളെതിരായിട്ടും ചെറുത്തുനിൽപ്പിനെ പരാജയപ്പെടുത്താൻ കഴിയാതെ വരുന്ന ഒരു വീര്യം ഈ മനുഷ്യർക്ക് എങ്ങനെ ഉണ്ടായി? ആ വീര്യം ഉണ്ടാക്കുന്നത് ഖുർആനാണ് എന്ന് ലോകം അറിഞ്ഞു, അന്വേഷിച്ചു, മനസ്സിലാക്കി. അപ്പൊ ഖുർആൻ പഠിക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഏകദേശം 3 കോടി മനുഷ്യരാണ് പടിഞ്ഞാറ് നിന്ന്, അമേരിക്കയും ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടൻ അടക്കമുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വ്ളോഗേഴ്സ് വരെ ഖുർആൻ പഠിക്കാൻ നോക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിച്ചതാണ്. 3 കോടി മനുഷ്യർ ഖുർആൻ പഠിക്കാൻ കാരണമായ പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി ഖുർആൻ ഹിഫ്ള് ചെയ്ത ആളുകൾ ആദരിക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പരിമിതികൾക്കകത്തും ഖുർആനെ സ്നേഹിക്കുന്ന ഒരു ജനതയായതുകൊണ്ട് അവർക്ക് ഒരു ആത്മവീര്യം അള്ളാഹു പ്രദാനം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ ആത്മവീര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ അകലം കുറച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഓരോ രക്ഷിതാവിനും ബാധ്യതയുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ അറിവും, ലോകത്ത് നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന ആളുകൾക്ക് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളം ഉണ്ടാകും എന്ന് അധ്യാപകൻ നമ്മൾ പഠിപ്പിക്കും. H2O, ഹൈഡ്രജനും ഓക്സിജനും വെള്ളമാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകവും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകവുമാണ്. ഇത് രണ്ടും ചേർന്നിട്ടുണ്ടാവുന്ന സാധനം ഏതാണ്?
എവിടെങ്കിലും തീപിടുത്തുണ്ടായാൽ അത് അണക്കണ സാധനമാണ്, വെള്ളമാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് ചോദിച്ചാൽ കെമിസ്ട്രിയുടെ അധ്യാപകന് ഉത്തരം ഉണ്ടാവില്ല, കാരണം അത് കെമിസ്ട്രിയുടെ സിലബസിൽ ഇല്ല. അപ്പൊ നമ്മുടെ വിജ്ഞാനങ്ങൾക്ക് പരിമിതിയുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിജ്ഞാനങ്ങൾക്ക് പരിമിതിയുണ്ട്. നമ്മളെ കണ്ണീരിൽ എത്ര സോഡിയം ക്ലോറൈഡ് ഉണ്ട് എന്നാണ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുള്ളത്. കണ്ണീരൊലിപ്പിക്കുന്ന മനുഷ്യന്റെ വേദന, സങ്കടം എത്രയാണ് എന്ന് കെമിസ്ട്രിയിലും ബയോളജിയിലും ഇല്ല. അതുണ്ടാവണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, ആ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ ആത്മീയമായ ചില വിജ്ഞാനങ്ങളും മൂല്യങ്ങളും അനിവാര്യമാണ്. അതുകൊണ്ട് ലോകത്ത് ഒരു ജനറേഷനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഗ്രന്ഥമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ നിർവഹിച്ചത്. ആ ഔഷധമാണ് നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഹെവൻസ് വഴി വന്നുകൊണ്ടിരിക്കുന്നത്, ഹെവൻസ് വഴി നമ്മൾ സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക, കുട്ടികളെ ആദരിക്കുക എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ ഒരു സദസ്സിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ആരെങ്കിലും എഴുന്നേറ്റാൽ റസൂൽ പറയും, ഇരിക്കടോ അവിടെ, എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറയും. നമ്മളൊക്കെ നേതാക്കന്മാർ വരുമ്പോൾ നമ്മൾ എഴുന്നേൽക്കാണ് ചെയ്യുക, റസൂൽ എഴുന്നേൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അതേസമയം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ റസൂൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ റസൂൽ എഴുന്നേൽക്കും, എന്നിട്ട് ഫാത്തിമയെ ആലിംഗനം ചെയ്യും, ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബിക്കും. ഫാത്തിമത്തു കബ്ദി, ഫാത്തിമന്റെ കരളിന്റെ കഷ്ണമാണെന്ന് നബി പരസ്യമായി പറയും. ഏത് നല്ല ഭക്ഷണം കിട്ടിയാലും 2 ഭാഗമാക്കി നബി മാറ്റും, ഒരു ഭാഗം ഫാത്തിമക്കുള്ളതാണ് എന്ന് പറഞ്ഞ് കൊടുത്തയക്കാൻ ഏർപ്പാട് ചെയ്യും. അത്ര സ്നേഹമുള്ള മക്കളോട് സ്നേഹം ഉണ്ടെന്നല്ല, സ്നേഹം പ്രകടിപ്പിച്ചു. ആ സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി പ്രകടിപ്പിച്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ മക്കളെ ആദരിക്കുക എന്ന് പറയുന്ന മൂല്യമാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ഖുർആനിന്റെ ഈ മൂല്യത്തിലേക്ക് നമ്മുടെ മക്കളെ കൈപ്പിടിച്ച് കൊണ്ടുവരാൻ നമ്മൾ സന്നദ്ധരായി, അതിൽ പൂർണ്ണാർത്ഥത്തിൽ സമർപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അതിന്റെ നേട്ടം നമ്മൾ മരിച്ചു പോയാലും നമുക്ക് ലഭിക്കും, നമ്മുടെ മരണത്തിന് ശേഷം അതിന്റെ പ്രതിഫലം ലഭിക്കും. അതാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു സ്കൂളോ, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിലെ കുട്ടി നിങ്ങൾക്ക് ഈ ഗ്യാരണ്ടി നൽകാൻ ഒരു സ്ഥാപനത്തിനും കഴിയില്ല. അത് നൽകാൻ കഴിയുന്നത് ഖുർആൻ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായാൽ അതൊരു പ്രകാശമാണ്, അതൊരു സംസ്കാരമാണ്. അത് നമ്മുടെ ഈടുറ്റ ഒരു പൈതൃകത്തിലേക്കും പാരമ്പര്യത്തിലേക്കും തിരിച്ചു കൊണ്ടാൻ പര്യാപ്തമായ ഒരു വിളക്കുമാടമാണ്. നിബ്രാസ് എന്നാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്, ഒരു വിളക്കുമാടമാണ്. ആ വിളക്കുമാടമായി നമ്മുടെ കുട്ടി ഇരുലോകത്തും വെളിച്ചമായി പ്രശോഭിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കോൺവെക്കേഷൻ സെറിമണിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കാരുണ്യക്കടലായ റബ്ബിന്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.